ശ്രീ അനിൽകുമാർ, ഇവിടെ കേന്ദ്ര സഹമന്ത്രിയും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനുമൊക്കെ പലവട്ടം പൊതുയോഗങ്ങളിലടക്കം പറയാറുണ്ട്, സംസ്ഥാനം ദേശീയപാത വികസനത്തിന് ₹1 പോലും ചെലവഴിക്കുന്നില്ല, ഇത് മൊത്തം കേന്ദ്രത്തിൻ്റെ ഫണ്ടാണെന്നാണ് പലയിടങ്ങളിലും പറയാറുള്ളത്. പക്ഷേ വസ്തുതകൾ നേരെ വിരുദ്ധമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനം പണം നൽകുന്നുണ്ട് എന്ന്. ഇപ്പോഴിതാ കേന്ദ്രത്തിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 5580 കോടിയിലധികം രൂപ സംസ്ഥാനം ദേശീയപാത വികസനത്തിന് ചെലവഴിച്ചിരിക്കുന്നു. ബി.ജെ.പി. ഭരിക്കുന്ന ഗുജറാത്തും മധ്യപ്രദേശും ഒന്നും ₹1 പോലും നൽകിയിട്ടില്ല എന്ന വസ്തുതയും നിൽക്കുമ്പോഴാണ് നമ്മുടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ബി.ജെ.പി. നേതാക്കൾ ഇവിടെ കച്ചകെട്ടി ഇറങ്ങുന്നത്. എങ്ങനെ കാണണം? കേരളത്തിലെ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തില് നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോകരുത്. കേരളം ദേശീയപാത വികസനം ആവശ്യപ്പെടുന്ന ഘട്ടത്തിലൊക്കെ കേരളത്തിൽ സ്ഥലം ലഭ്യമല്ല എന്ന തടസ്സമാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി 2014 ദേശീയപാത വികസനം എന്ന പദ്ധതി കേരളത്തിൽ ഉപേക്ഷിക്കുകയുണ്ടായി. അങ്ങനെ ദേശീയപാതയുടെ പദ്ധതി നടപ്പാക്കേണ്ട ഓഫീസ് വരെ അടച്ചുപൂട്ടി കേരളത്തിൽ നിന്നൊരു പിൻവാങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് 2014 കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി CPM-ന്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ കണ്ട് ദേശീയപാത 45 മീറ്റർ നമുക്ക് വീതി എടുക്കണം, അതിന് എന്ത് തടസ്സങ്ങൾ വന്നാലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കും LDF എന്ന നിലയ്ക്കും ഞങ്ങൾ ഒരുമിച്ച് സർക്കാരിനോടൊപ്പം നിൽക്കും, സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ഞങ്ങൾ ഉണ്ടാവില്ല നാടിന്റെ വികസനത്തിന് വേണ്ടി, ഇത്തരമൊരു വാഗ്ദാനം നൽകുകയുണ്ടായി. പക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിന് ദേശീയപാത വികസനത്തിന് തന്റെ ഇടമുണ്ടായില്ല, ആത്മാർത്ഥത ഉണ്ടായില്ല. ചില തീവ്രവാദ സംഘടനകളടക്കം വലതുപക്ഷ സംഘടനകളടക്കം ദേശീയപാത വീതി കൂട്ടേണ്ടതില്ല തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന്റെ പിന്നാലെ പോയി ഇതിനെ തകർക്കുകയാണ് UDF ചെയ്തത്. 2016 LDF അധികാരത്തിൽ വന്ന ഘട്ടത്തിലാണ് ഗെയിൽ പൈപ്പ് ലൈനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി കേരള മുഖ്യമന്ത്രിയോട് പറയുന്നത്. മുഖ്യമന്ത്രി അപ്പോൾ പറഞ്ഞത്, ഗെയിൽ പൈപ്പ് ലൈനൊക്കെ നമുക്ക് കൊണ്ടുവരാം, ഞങ്ങൾക്ക് ദേശീയപാതയ്ക്ക് സഹായം നൽകണം. ഈ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേശീയപാതയ്ക്കുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് കേരള സർക്കാർ നല്ല നിലയ്ക്ക് ഊർജിതമായ പരിശ്രമം ആരംഭിച്ചു. നല്ല വില കൊടുത്ത് സ്ഥലം കൊടുക്കാനാണ് നിശ്ചയിച്ചത്. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ നല്ല വില കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം പങ്കിടണം, 50% കേരളത്തോട് ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ പണം കേരളം കൊടുത്തു എന്ന് മാത്രമല്ല, നിതിൻ ഗഡ്കരി അന്ന് ആവശ്യപ്പെട്ടത് 50%. അവസാനം സെറ്റിൽ ചെയ്ത് 25% പണം തരാം, കാരണം തടസ്സപ്പെട്ട് കിടന്ന പദ്ധതികൾ നടപ്പാക്കാൻ ഞങ്ങൾ നിശ്ചിത പദ്ധതികളിൽ 25% പണം തരാം. ഇതാണ് കേരള സർക്കാരിന്റെ അന്നത്തെ വാഗ്ദാനം. വാഗ്ദാനം നടപ്പാക്കാൻ എന്താ സാഹചര്യം? അന്ന് കിബി എന്നൊരു അക്ഷയപാത്രം കേരളത്തിന് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 5250 കോടി രൂപ കിബി വഴിയാണ് നൽകിയത്. ഇപ്പൊ കേന്ദ്ര സർക്കാർ എടുത്ത ഏറ്റവും വിദ്രോഹപരമായ നടപടി എന്താണ്? കിബി വഴി നമ്മൾ കൊടുത്ത പണം എത്രയാണോ അത്രയും പണം കേരളത്തിന്റെ ബാധ്യതയാക്കി മാറ്റി കേരളത്തിന്റെ കടൽ വാങ്ങൽ അവകാശത്തിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ദേശീയപാതയ്ക്ക് പണം വാങ്ങിയെടുത്തു നിയമവിരുദ്ധമായി. എന്നിട്ട് വിവേചനം കാണിക്കുന്ന എന്താണ്? ആ കടമെടുക്കാനുള്ള അവകാശം പോലും റദ്ദ് ചെയ്തിരിക്കുന്നു കേരളത്തോട്. എന്നിട്ട് മറുഭാഗത്ത് 2 നുണകളാണ് BJP പ്രചരിപ്പിക്കുന്നത്. ഒന്ന്, കേരളത്തിൽ മാത്രം ദേശീയപാതയ്ക്ക് 100 കോടിയാകും 1 കിലോമീറ്ററിന്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, തൃശ്ശൂരിൽ അവരുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് പറഞ്ഞത്. 100 കോടി രൂപയാകും കേരളത്തിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ അത്രയില്ല. നിതിൻ ഗഡ്കരി വ്യക്തമായിട്ട് പറഞ്ഞു, ശരാശരി കിലോമീറ്ററിന് 50 കോടി രൂപ മാത്രമാണ് കേരളത്തിൽ ചെലവാകുന്നത്, പ്രത്യേകിച്ച് അധിക ചെലവുമില്ല. ഇതെല്ലാം യാഥാർത്ഥ്യ ബോധത്തോടെ വന്നിരിക്കുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ദേശീയപാത വികസനം ഇന്ത്യ രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് കൂടി കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ദേശീയ ആവശ്യമാണ്. പക്ഷെ കേരളം തെക്കേ അറ്റത്ത് കിടക്കുമ്പോൾ കേരളത്തിന്റെ ദേശീയപാത വികസനം ദേശീയ ആവശ്യമായി കേന്ദ്രം കാണുന്നില്ല, കേരളത്തിന് മാത്രം ആവശ്യമാണ്. നമ്മൾ നികുതി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ മലയാളിക്ക് ദേശീയപാത വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കാശ് തരണം. ഇങ്ങനെ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ വിവേചനം. നമുക്ക് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇല്ലല്ലോ. ഇന്ത്യയിലെ 1ാമത്തെ ആരോഗ്യ മേഖലയിൽ മുന്നിൽ നിൽക്കുന്നതിന് അവാർഡ് വാങ്ങിക്കുന്ന കേരളത്തിന് ഒരു AIMS തരാൻ മാർഗമില്ല കേന്ദ്രത്തിന്. ഈയിടെയും നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയി പാക്കേജ് പ്രഖ്യാപിച്ചു, ഗുജറാത്തിൽ പാക്കേജ് പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ കടൽപ്പാലത്തിന് മുഴുവൻ പൈസയും JKക്ക് വേണ്ടി വായ്പ എടുത്തിരിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. ഇതെല്ലാം വിവേചനപരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളം എന്ന് പറയുന്നത് വേറെ ഏതോ രാജ്യത്താണെന്ന നിലയ്ക്കാണ് കേന്ദ്ര സർക്കാർ പെരുമാറുന്നത്. അങ്ങനെ പെരുമാറുന്നതിന് പിന്നീടാണ് രാഷ്ട്രീയമായി കള്ളം പറയാൻ, നുണ പറയാൻ, അതിന് മണിയടിച്ചു കൊടുക്കുന്ന ഒരു പ്രതിപക്ഷവും. കേരളത്തിലെ സർക്കാരിൽ നിന്നും കുത്തിപ്പിടിച്ച് ഇത്രയും കോടി വാങ്ങിയല്ലോ, നരേന്ദ്രമോദി കാണിച്ചത് മര്യാദകേടാണ് എന്ന് തങ്ങളുടെ എതിർപാളയത്തിരിക്കുന്ന BJP സർക്കാരിനെ ചെറുതായി വിമർശിക്കാൻ പോലും പ്രതിപക്ഷ നേതാവിന് നാവ് ഉയരാത്തത് അവരുടെ രാഷ്ട്രീയമാണ്. BJPക്ക് സുഖലോലുവുമായ ഒരു കേന്ദ്ര ഭരണം
കേരളത്തെ സംബന്ധിച്ച് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഒരു കേന്ദ്ര ഭരണം സാധ്യമാക്കാനുള്ള മുൻകൂർ തയ്യാറെടുപ്പ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഈ രണ്ടു കൂട്ടരും കേരളത്തെ എത്രത്തോളം ദ്രോഹിക്കുന്നു എന്നുള്ളത് ഈ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ശ്രീ അനിൽകുമാർ, ഈ വസ്തുതകളെല്ലാം നിലനിൽക്കുമ്പോഴും നമ്മുടെ മുൻപിൽ കേന്ദ്ര സഹമന്ത്രിയുടെ അടക്കം വാക്കുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേശീയപാത ഉദ്ഘാടനത്തിന്റെ വേദിയിൽ കണ്ടതാണല്ലോ, ഇവിടെ കേരളം കേന്ദ്രത്തിന്റെ റോഡുകളിൽ ഫ്ലെക്സ് വയ്ക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾ കേന്ദ്രമന്ത്രി തുടക്കമിട്ടു. അതിന് പൊതുമരാമത്ത് മന്ത്രി അതിന് മറുപടി പറയുന്നത് നമ്മൾ കണ്ടതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ പല വട്ടങ്ങളിൽ കേരളം ഒരു പണവും നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രയും വസ്തുതകൾ ഉള്ളപ്പോൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളെയും പ്രചരണങ്ങളെയും തുറന്നു കാട്ടേണ്ടതല്ലേ? നമ്മുടെ MLA അവര് കേന്ദ്രത്തിൽ പോയി കേന്ദ്രത്തിൽ പ്രതിപക്ഷത്താണ്, കേരളത്തിൽ മാത്രമല്ലല്ലോ. UDF-ന്റെ MLA അവിടെയും പ്രതിപക്ഷമാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പ്രതിപക്ഷമാണെന്ന കാര്യം അവർ മറന്നു പോകുന്നു. നരേന്ദ്രമോദിയുടെ പ്രതിപക്ഷമാണ് എന്ന വസ്തുത അവർ മറന്നു പോവാണ്. നരേന്ദ്രമോദിയുടെ പ്രതിപക്ഷമാണ് എന്ന വസ്തുത മറക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവര് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും നിർമ്മല സീതാരാമനെ പ്രീണിപ്പിക്കുന്നു. ഇവിടെ NK പ്രേമചന്ദ്രൻ MP പറയുകയാണ് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് നിർമ്മല സീതാരാമൻ വരട്ടെ. കൊല്ലത്ത് പറഞ്ഞാണ് ഒരു ചടങ്ങില്, ഇവരുടെ മനസ്സാരോടൊപ്പമാണ്. ഇതൊരു സംയുക്ത പരിപാടിയാണ്. ആ പരിപാടി അവർ നടപ്പാക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിക്കപ്പെടുകയാണ്. ഇതാണ് പ്രശ്നം. അല്ല, നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇതാ ഈ സാമ്പത്തിക അവഗണനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ടല്ലോ. നമ്മുടെ കിഫ്ബി, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ കിഫ്ബി എന്ന അക്ഷയപാത്രത്തിൽ നിന്നാണ് ഇത്രയും വലിയ തുക ദേശീയപാത വികസനത്തിനായി നമ്മൾ കൊടുത്തത്. പക്ഷേ ആ തുകയടക്കം നമ്മുടെ കടപരിധി വെട്ടിക്കുറയ്ക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, കിഫ്ബി സാമ്പത്തിക ബാധ്യതയാകുമെന്ന് പറഞ്ഞെന്നാണ് പ്രതിപക്ഷം ഈ സമയവും നമ്മളോടും പൊതുസമൂഹത്തോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി കേരളത്തിന് വരദാനം എന്നുള്ളതാണ് അഭിമാനകരമായി പറയാനുള്ളത്. ഇന്ത്യ രാജ്യത്ത് അതിന് സമാനമായ മറ്റൊരു മോഡലില്ല. കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്കൂള്, ആശുപത്രി, വൈദ്യുതി, ഫോൺ, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ഈ നിലയിൽ ഉയരുമായിരുന്നു. അപ്പൊ ഇത് ഉയരേണ്ടതില്ല എന്ന് ആഗ്രഹിക്കുന്ന കിഫ്ബിയെ തകർക്കുന്നത്. ഇപ്പൊ കേന്ദ്ര സർക്കാർ ഇത്തവണ കിഫ്ബിക്ക് മാറ്റിവെച്ചിരുന്ന പണം, ആ പണത്തിന്റെ കടബാധ്യതയിൽ നിന്ന് ഈ വർഷം ആദ്യം നമുക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞു. അതിന് കാരണം എന്താണ്? കേരളം കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതി കേസ് കൊടുത്തപ്പോ കാര്യം മനസ്സിലായി. അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്രത്തിന് അവകാശമില്ല. എന്തുകൊണ്ട് ഈ വർഷം നിയന്ത്രണം ആദ്യം ഏർപ്പെടുത്തുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നു? വേറൊരു നിയന്ത്രണം 5200 കോടി രൂപ ഉള്ളത് വേറൊരു മുട്ടാഴ്ചയുടെ പേരിലാണ്. പക്ഷേ കിഫ്ബിയുടെ പേരിൽ കൊണ്ടുവന്ന 3700 കോടി രൂപയുടെ നിയന്ത്രണം ഇപ്പൊ എടുത്തു മാറ്റേണ്ടി വന്നല്ലോ. പോരാട്ടത്തിന് ഗുണമുണ്ട്, പോരാട്ടത്തിന് ഫലമുണ്ട്. ആ പോരാട്ടത്തിൽ UDF കേരളത്തോടൊപ്പം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, വളരെയധികം നന്ദി ശ്രീ അനിൽകുമാർ. പ്രതികരിച്ചതിന് അഡ്വക്കേറ്റ് K. അനിൽകുമാറാണ് നമ്മളോട് സംസാരിച്ചത്.